മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയെ പിടികൂടാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം. വനംവകുപ്പിന്റെ വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞുവെച്ചു. കടുവയെ പിടികൂടാൻ വനംവകുപ്പ് ആത്മാർത്ഥത കാണിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കാളികാവിന് പുറമെ കരുവാരക്കുണ്ടിൽ കൂടി കൂടുതൽ ജീവനക്കാരെ സുരക്ഷയ്ക്കായി നിയോഗിക്കുമെന്ന വനംവകുപ്പിന്റെ ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. നരഭോജി കടുവയെ പിടികൂടാനാകാതെ 8ാം ദിവസവും തിരച്ചിൽ അവസാനിപ്പിച്ചു. ദൌത്യസംഘം മടങ്ങുമ്പോഴാണ് കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റിന് സമീപം വനംവകുപ്പിന്റെ വാഹനം നാട്ടുകാർ തടഞ്ഞത്. ഒടുവിൽ നാട്ടുകാരുമായി വനംവകുപ്പും പോലീസും നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് രംഗം ശാന്തമായത്. കരുവാരക്കുണ്ടിൽ വനംവകുപ്പിന്റെ സ്ഥിരം ടീമിനെ നിയോഗിക്കാൻ തീരുമാനമായി. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഒരു പെട്രോളിംഗ് ടീമിനെ ഫോം ചെയ്തിട്ട് എല്ലാ സമയത്തും ഇവിടെ ഉണ്ടാവുന്ന വിധത്തിൽ ഒരു ടീം പോകുമ്പോൾ വേറെ ടീം വരുന്ന വിധത്തിൽ നമ്മൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് കൂടാതെ ഒരു അഡീഷണൽ ആയിട്ട് നമ്മൾ ഇവിടേക്ക് ടീം ത്രൂ ഔട്ട് വന്നു പോകാനും പെട്രോളിംഗ് നടത്താനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കാളികാവ്, കരുവാരക്കുണ്ട് പഞ്ചായത്തുകളിലെ നിരവധിയിടങ്ങളിൽ ഇതിനോടകം കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒന്നിലധികം കടുവകൾ പ്രദേശത്തുണ്ടോ എന്ന സംശയവും നാട്ടുകാർക്കുണ്ട്. നാട്ടിലെ അവസ്ഥ വളരെ സഹതാപകരമാണ്. നമ്മൾ ഈ നിൽക്കുന്ന റോഡിന്റെ വക്കിനാണ് ഇപ്പോൾ ഈ കടുവനെ കണ്ടു എന്ന് പറഞ്ഞാൽ ഈ റോഡിന്റെ വക്കിന് 4 ലൈന് മുകളിൽ നിന്നാണ് ഒരു 8 മാസം മുന്നേ 2 ആടിനെ കടുവ പിടിച്ച് കൊന്നത്. കാളിയാവ് പോത്തങ്കാട് വെച്ച ക്യാമറയിൽ ഒരു കടുവ ഫോട്ടോ പതിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ അടുത്തേക്ക് ഉദ്യോഗസ്ഥരെല്ലാവരും അങ്ങോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇവിടെ കണ്ണുമുന്നിൽ കണ്ട കടുവയെ ഒന്നും ചെയ്യാൻ നോക്കാതെ, പിടിക്കാനോ മയക്കുവെടി വെക്കാനോ നിൽക്കാതെ നേരെ പോത്തങ്കാട് അവിടേക്ക് പോവാണെന്നും പറഞ്ഞാണ് പോയത്. മേഖലയിൽ രാവിലെയും വൈകുന്നേരങ്ങളിലും ഒറ്റയ്ക്കുള്ള സഞ്ചാരം പരമാവധി ഒഴിവാക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നുമാണ് വനംവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. റിപ്പോർട്ടർ, മലപ്പുറം.